ഞാൻ തന്നെ എനിക്ക് വേണ്ടുന്ന അബ്സർവേഷൻസും കഥയൊക്കെ എഴുതി ഞാൻ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് വെച്ച് ഒട്ടിച്ചു വെക്കായിരുന്നു. അങ്ങനെ കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ എന്തെങ്കിലും കഥ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കഥ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാനിത് എഴുതി വെക്കും. എപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് CA പരീക്ഷ പാസ്സാവണമെങ്കിൽ പഠിക്കാതെ പാസ്സാവാൻ പറ്റില്ല. അത് ഒരു തരത്തിൽ ഞാൻ തുടക്കത്തിലേക്ക് ഈ പരീക്ഷയ്ക്ക് 3-4 ദിവസം മുന്നേ മാത്രം പഠിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ആള് പെട്ടെന്ന് CAയിലേക്ക് വന്നപ്പം എനിക്കും അതൊന്ന് ജെല്ലാവാനായിരുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. അപ്പോൾ എക്സ്പെഷ്യലി ഈ CA പോലുള്ള കോഴ്സിലേക്ക് വരുമ്പം കുട്ടികൾക്കുള്ളൊരു ഫിയർ ഉണ്ട്, വേറെ എന്റർടൈൻമെന്റ്സോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല, നമ്മൾ എന്താ പറയുക പഠിപ്പിസ്റ്റായി പോകും, എന്നാലേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് വെച്ച് പറയും, നിങ്ങൾ ചെയ്തൊരു മണ്ടത്തിലാണ് നിങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റാത്തതെന്ന്. ഈവൻ നമ്മളെ പഠിപ്പിക്കാൻ വന്ന സാറുമാർ പോലും പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പോകാൻ പറ്റാത്ത ഒരു വലിയ നഷ്ടമാണെന്ന്. എപ്പോഴും എൻ്റെ അപ്പയമ്മയും മാത്രമല്ല ചേട്ടനും ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ പല ഫ്രണ്ട്സും ഒപ്പം ഉള്ളവരൊക്കെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഫൈനൽ കിട്ടാതായപ്പോഴൊക്കെ GCSലൊക്കെ പോയി നന്നായിട്ട് ഏൺ ചെയ്ത് ഈവൻ എൻ്റെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞില്ല നിനക്ക് അങ്ങനെ ഒന്നും ചിന്തിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഇന്നലെ നമ്മുടെ CAയുടെ റിസൾട്ട്സ് വന്നു. എല്ലാ റിസൾട്ട്സും നമുക്ക് ഒരുപാട് സന്തോഷം തരും. ബട്ട് നമ്മുടെ ഫാക്കൾട്ടീസിൽ ഒരാൾ CA ആയിട്ട് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്കതൊരു സ്പെഷ്യൽ സന്തോഷം തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂടെ ജസ്റ്റിൻ ഉണ്ട്. ജസ്റ്റിൻ്റെ CA ലൈഫ് വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. വെൽക്കം. താങ്ക് യു മാം. ജസ്റ്റിൻ, ഇന്നലത്തെ ജസ്റ്റിൻ അല്ല ഇന്നത്തെ ജസ്റ്റിൻ അറിയാം. ആ പേരിൻ്റെ കൂടെ CA എന്ന് പറയുന്ന 2 ആൽഫബറ്റ്സ് വരുമ്പോൾ പവർന്ന് പറയാം, നമുക്ക് നമ്മളെ കുറിച്ച് കിട്ടുന്ന ഒരു ഫീൽ തന്നെ മാറുന്നുണ്ട്. ശരിക്കും എന്താ തോന്നുന്നത് ആ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം ഈ റിസൾട്ട് കാണുമ്പം സന്തോഷമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഒരു സമാധാനത്തിലായിരുന്നു, ഒരു ഭയങ്കര റിലീഫ്ഡ് ആയിരുന്നു. ലൈക്ക് ഇനി എനിക്ക് പ്രോസസ്സിലൂടെ കടന്നു പോകണ്ട, അറ്റ്ലാസ്റ്റ് ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ ഒരു ദിവസം എത്തിച്ചേരുന്ന ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. അത് കഴിഞ്ഞൊരു മണിക്കൂറുകൾക്ക് ശേഷം ആളുകളുടെ റെസ്പോൺസ് ആണ് എന്നെ കൂടുതൽ ഹാപ്പി ആക്കിയത്. ലൈക്ക് എൻ്റെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ്, ലൈക്ക് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയക്കും, എൻ്റെ DMs ഇങ്ങനെ ഒത്തിരി മെസ്സേജസ് വരുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഹാപ്പി ആവണമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സന്തോഷിച്ചു തുടങ്ങിയത്. സത്യത്തിൽ ഈ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം റിസൾട്ടിനെ കുറിച്ചുള്ള ടെൻഷൻ കാരണം ചങ്കിനുവേദനയാണ്. വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോഴേ ചങ്കിനുവേദനയാണ്. രാവിലെ എണീക്കുന്ന റിസൾട്ട് വന്നു എന്നാണ്. ആക്ച്വലി ഒരു റിസൾട്ടൊക്കെ വന്നൊരു വൈകുന്നേരമാണ് എൻ്റെ ചങ്ക് പ്രോസസ്സ് ചെയ്ത് ഓക്കെ മോനെ നീ പാസ്സായടാ. അതുവരെ എനിക്ക് ആ ഒരു ഭാരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഇപ്പം സത്യത്തിൽ എനിക്ക് ഉണ്ടായതൊരു ഭയങ്കര ഒരു സമാധാനമാണ്. ഇനി എനിക്ക് പ്രോസസ്സിലൂടെ കടന്നു പോകണ്ട, അറ്റ്ലാസ്റ്റ് ഞാനിങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന കാര്യം അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷമായിരുന്നു മെയിനായിട്ട്. അത് കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു ഫൈനൽ ലെവലൊക്കെ എത്തുമ്പോൾ ഒരുപാട് നമ്പർ ഓഫ് എക്സാംസ് ഇങ്ങനെ എഴുതി ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇനി ഇല്ല എന്നറിയുന്നതിൻ്റെ ഒരു സമാധാനം നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു ഇത് തന്നെയാണ്. അതൊരു ഭയങ്കര സമാധാനമാണ്. കാരണം ഫൈനലിൻ്റെ തന്നെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഞാൻ ഒരു കുറച്ച് നാൾ മുന്നേ തന്നെ ക്ലിയർ ആകാൻ പറ്റിയായിരുന്നു. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓരോ തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ ജയിക്കുമായിരിക്കും എക്സ്പെക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, പലപ്പോഴും അത് ഓഡിറ്റിംഗ് ആയിരുന്നു, എപ്പോഴും ഇങ്ങനെ ഒരു എഡ്ജിൽ വന്ന് നിൽക്കും. ഒരു 1-2 മാർക്കിനൊക്കെ ആയിരിക്കും ഫെയിൽ ആവുന്നത്. അപ്പോൾ ഇതെന്നെ ഇങ്ങനെ വല്ലാണ്ട് ബോധർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൂടുതൽ പഠിപ്പിക്കുന്നുണ്ട്, അതിനോടൊപ്പം ഞാൻ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഓക്കെ നെക്സ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. തലേദിവസം കിടന്നുറങ്ങുമ്പോൾ ഓക്കെ നാളെ ബുക്ക് ഓർഡർ ചെയ്യണം, രാത്രിയിൽ ഓഫീസിലിരുന്ന് കുറച്ച് ലൈറ്റായിട്ട് പഠിക്കണം. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു. കാരണം ഇനി എങ്ങാനും റിസൾട്ട് എൻ്റെ ഫേവറിൽ വന്നാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് അതായിരുന്നു, ഓക്കെ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തരണം എന്നുള്ളത് മാത്രമായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലും. പക്ഷെ സംഭവം അത് റിസൾട്ട് പാസ്സായി എന്ന് പറയുമ്പോൾ ആ ഒരു സമാധാനം, അതിലാണ് ഇപ്പോഴും ഞാൻ അത് ഞാൻ പ്രോസസ് ചെയ്ത് വരുന്നുള്ളൂ. പക്ഷെ ആ സമാധാനം എനിക്ക് നന്നായിട്ട് ഇപ്പം അനുഭവിക്കാൻ പറ്റുന്നു. ഓക്കെ സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പം ഫാക്കൽറ്റി ആയിരുന്നു. അപ്പം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്നതും ഒരു ഫൈനലിസ്റ്റ് എന്നുള്ള ലെവലിൽ പഠിപ്പിക്കുന്നതും സ്റ്റുഡൻസ് കാണുന്നത് 2 രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ചേഞ്ച് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അതും വളരെ സന്തോഷമായിരുന്നു. ഞാൻ ഓരോ തവണയും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ ഞാൻ CA ഫൈനലിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഓക്കെ ക്വാളിഫൈഡ് അല്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി എന്നല്ല, കുട്ടികളത് എങ്ങനെ കാണുന്നില്ല, എനിക്കങ്ങനെ ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, പഠിപ്പിക്കാൻ പറ്റുന്നതിൽ വലിയ പ്രശ്നമില്ല എന്നുള്ളതിൽ. പക്ഷേ കുട്ടികളത് എങ്ങനെ കാണുന്നുള്ളതിൽ ഞാൻ കുറച്ചൊരു നെർവസ് ആയിരുന്നു ആദ്യമൊക്കെ. അപ്പോഴും ഓരോ തവണ എക്സാം കഴിയുമ്പോൾ കുട്ടികൾ ചോദിക്കും സാർ പാസ്സായെന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഫെയിൽ ആവുന്ന ഞാൻ ആളുകളോട് പറയുന്നതിൽ എനിക്ക് ഒരു കാലത്തും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികളോട് അത് ഇനിയും ഫെയിലായി എന്നിട്ടാണോ ഇയാൾ വന്നിട്ട് ഞങ്ങളോട് പഠിക്കാൻ പറയുന്നതെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം കുട്ടികളുടെ മെസ്സേജ് അവർ ഭയങ്കര ഹാപ്പി ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് ശരിക്കും എൻ്റെ സ്റ്റുഡൻസ് റെസ്പോൺസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. അവരിതറിഞ്ഞ് AAAയുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് വന്ന ശേഷം അവരിങ്ങനെ
ഒരുപാട് മെസ്സേജസ് വന്നപ്പം അവർ ഞാൻ ഇന്നയാളാണ് സാറിന് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പം ഒരു ഭയങ്കര സമാധാനമാണ്. ഞാൻ നോക്കിയിട്ട് ഈ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ കുട്ടികളുടെ ഒരു റെസ്പോൺസ് ആണ് എൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത്. അവർ റെസ്പോൺസ് ചെയ്യുന്ന രീതിയാണ്. ഒരു പരീക്ഷ കഴിയുമ്പോൾ അവർ സാറേ എക്സാം എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലായല്ലോ, ഒന്നും കൂടി പറയൂ എന്ന് ചോദിക്കുന്നത് പോലും നമുക്ക് ആ കിട്ടുന്ന ഒരു റെസ്പോൺസ്, അതാണ് ഈ എനിക്ക് തോന്നിയിട്ട് ഞാൻ പഠിപ്പിക്കാൻ ഇറങ്ങിയതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു വർക്ക് ആൻഡ് സ്റ്റഡി ബാലൻസ് അല്ലെ, അതാണ് ശരിക്കും ഇത്രയും നാൾ ലാസ്റ്റ് ഒരു 2-3 months ആയിട്ട് അതിലായിരിക്കും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളത്. റിവിഷനൊക്കെ അടുക്കുമ്പോൾ എക്സാം അടുക്കുന്ന ടൈമിൽ പഠിത്തത്തിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണോ, വർക്ക് കുറയ്ക്കണോ, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് കാണും. എനിക്ക് തോന്നുന്നു CA ഫൈനലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റിലാണ് നമ്മളുള്ളത്. മോസ്റ്റ്ലി എല്ലാവരും വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കാണുന്ന ഒരു പ്രശ്നം, വർക്ക് ചെയ്ത് ഏർണിങ്സ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ പയ്യെ CA ഫൈനൽ എക്സാമിനേഷൻ എഴുതുന്നത് കുറയും, അല്ലെങ്കിൽ പിന്നെ 2 തവണ 3 തവണ ഫെയിലിയേഴ്സ് വന്നു കഴിയുമ്പോൾ അത് വേണോ വേണ്ടോ ചിന്തിക്കാൻ തുടങ്ങും. ജസ്റ്റ് അവിടെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. നിങ്ങളിത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പൊ അത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ എന്ത് അഡ്വൈസ് എടുക്കാൻ പറ്റും? മാം പറഞ്ഞ പോലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചത്, ശരിയാ, ഞാൻ ഇത്രയും സമയം എടുത്തെങ്കിൽ പോലും, ഐ മീൻ ഈ ഗ്രൂപ്പ് 1 ക്ലിയറിന് ഇത്രയും സമയം എടുത്ത പോലും ഞാൻ ഒരു മൊമെന്റിൽ പോലും ചിന്തിച്ചിട്ടില്ല ഓക്കെ ഞാനിത് ക്വിറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പാസ്സാവും, എൻ്റെ ഒരു ടൈം വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഐ നെവർ തോട്ട് ഓഫ് ക്വിറ്റിംഗ് ദിസ് കോഴ്സ്. എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു മൊമെന്റ് പോലും ഇത് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല. പലപ്പോഴും ഒക്കെ ഇതായിരുന്നു എന്നുള്ള കൺഫ്യൂഷനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതായിരുന്നോ, മേ ബി എൻ്റെ പ്രൊഫഷൻ വേറെ ആയിരുന്നോ എന്നൊക്കെ എനിക്ക് ഈ ആദ്യകാലത്തൊക്കെ ഫെയിലിയേഴ്സ് വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ ഇത് തന്നെ ആയിരുന്നോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഞാനിത് ക്വിറ്റ് ചെയ്യില്ലായിരുന്നു, ഒരിക്കലും ഞാൻ ക്വിറ്റ് ചെയ്യാൻ ചിന്തിച്ചിട്ടുമില്ല. അതിൻ്റെ ഒരു ഞാനിപ്പോഴും ഓർക്കും ഓക്കെ അത് ഞാൻ അങ്ങനെ ചിന്തിക്കാതിരുന്ന ഒരു ഭാഗ്യമാണെന്ന് ഞാൻ ഈ മൊമെന്റിൽ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യം ചോദിച്ചത് ഓക്കെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങിയപ്പം നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു പോയിന്റ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നുള്ള അസിസ്റ്റൻസ് മേടിക്കാതാവും, നമ്മൾ സ്വന്തമായിട്ടെല്ലാം ഡീൽ ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഇൻകം സോഴ്സിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതാവും. കാരണം നമ്മൾ അത് ജീവിച്ചു തുടങ്ങി. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കും അതൊരു ആദ്യകാലത്തൊക്കെ ഒരു ബാധ്യതയായിരുന്നു. ലൈക്ക് ഞാൻ ആദ്യം കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിനി ഓരോ 2 months കൂടുമ്പോൾ ഐ മീൻ ഓരോ 6 months കൂടുമ്പോൾ ഒരു 2 months ബ്രേക്ക് എടുക്കുമ്പോൾ ആക്ച്വലി ആ 2 months കഴിയുമ്പോഴത്തേന് എൻ്റെ സേവിങ്സും തീർന്നിട്ടാണ് ഞാൻ പിന്നെയും ജോയിൻ ചെയ്യുന്നത്, തിരിച്ച് ജോലിക്ക് കയറുന്നത്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുമ്പോഴും എനിക്ക് ചില ബാച്ചസ് ഒക്കെ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ എക്സാംസ് കാരണം എടുക്കാൻ പറ്റാതാവാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് വീട്ടിൽ നിന്നുള്ള ആ സമയത്ത് എനിക്ക് ഫാമിലിനെ പറഞ്ഞേ പറ്റും, അവർ തന്നൊരു സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ഒരിക്കൽ പോലും എന്നോട് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ലൈക്ക് ഏജ് കൂടുന്നുണ്ട് അപ്പം നീ ഇനി പ്രൊവൈഡ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എപ്പോഴും എൻ്റെ അപ്പയമ്മയും ഭയങ്കര, അപ്പയമ്മയും മാത്രമല്ല ചേട്ടനും ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരു തവണ പോലും എന്നെ ഒരു വാക്കുകൊണ്ട് പോലും ഓക്കെ നീ മാറി ചിന്തിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കുക, അല്ലെങ്കിൽ എൻ്റെ പല ഫ്രണ്ട്സും ഒപ്പമുള്ളവരൊക്കെ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഫൈനൽ കിട്ടാതായപ്പോഴൊക്കെ GCSലൊക്കെ പോയി നന്നായിട്ട് ഏൺ ചെയ്ത് ഈവൻ എൻ്റെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞില്ല നിനക്ക് അങ്ങനെ ഒന്നും ചിന്തിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. അതിൻ്റെ ഒരു വലിയ ഈ റീസെന്റ് എക്സാമിനും ലാസ്റ്റ് 2 months പഠിത്തത്തിലേക്ക് തന്നെ ഇരിക്കുവായിരുന്നു. ലാസ്റ്റ് 2 months ഫസ്റ്റ് ഇപ്പൊ 2 months ഞാൻ ക്ലാസ് ഞാൻ എടുക്കാതായി, ബാച്ചസ് ഒന്നും എടുക്കാതെ ഒരു 2 months ഇരുന്നു. അതിനകത്ത് ഒരു ഫസ്റ്റ് മന്ത് ഒക്കെ കുറച്ച് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ഒരു ശരിക്കും ഒരു 20 to 30 days ഒരു നന്നായിട്ടിരുന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാതെ. ഓക്കെ. അപ്പം ഈ CA എന്ന് പറഞ്ഞൊരു ജേർണി അതിനെന്താണല്ലോ ഒരു ബിഗിനിങ് ഉണ്ടാവുമല്ലോ. എവിടെയെങ്കിലും എങ്ങനെയാണ് CA എന്ന് പറഞ്ഞൊരു കോഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയത്? ഇത് പഠിക്കണം എന്ന് തോന്നി തുടങ്ങിയ സ്റ്റേജ് ഏതായിരുന്നു? എൻ്റെ നാട് ശരിക്കും ഇടുക്കിയിലെ മാങ്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം ബാക്ക് ഇൻ 2015 ഒക്കെ ഞാൻ 12th കഴിഞ്ഞ് ഇറങ്ങുമ്പം അത്ര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല. നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉള്ള കാര്യം അറിയത്തുപോലില്ല. ആകെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആകെ നമുക്കും ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ അങ്ങനെ ഗൈഡ് ചെയ്യാനുള്ള ആളുകളൊന്നുമില്ല. അപ്പം ഞാൻ 10th കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഓക്കെ ഞാൻ ബയോളജി സയൻസ് എടുത്ത് പഠിക്കാം. അതാകുമ്പോൾ എനിക്ക് 12th കഴിയുമ്പോൾ ചിലപ്പം ഇന്ന ഓപ്ഷൻ എടുക്കണം എന്ന് തോന്നി ഒന്നും മിസ് ഔട്ട് ആവരുത്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഓക്കെ നീ ബയോളജി പഠിക്കാത്തതുകൊണ്ട് എനിക്ക് മെഡിസിൻ ഫീൽഡിലേക്ക് പോകാൻ പറ്റില്ല, അങ്ങനൊരു റെസ്ട്രിക്ഷൻ വരരുതെന്ന് ഓർത്ത് ഞാൻ ബയോളജി സയൻസ് ചൂസ് ചെയ്താണ് 12th പഠിച്ചത്. അത് പഠിക്കുമ്പം എൻ്റെ സ്കൂളിൽ ഞാൻ ഓർക്കുന്നു ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് അവരിങ്ങനെ പാരലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ ഒരു കുറേ നാള് MBBSന്റെ ട്യൂഷന് പോയി. അത് കഴിഞ്ഞൊരു പോയിന്റ് തോന്നി ഈ സാറ്റർഡേ വരെ ക്ലാസ്, സൺഡേ ഇതിൻ്റെ ക്ലാസ്സും കൂടെ ആയപ്പം എനിക്കിത് പറ്റാതെ, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതായപ്പം ഞാൻ ഒരു ദിവസം ആ ക്ലാസ്സിലിരുന്ന് തന്നെ ഡിസൈഡ് ചെയ്തു എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റിയാൽ എനിക്കിത് വേണ്ട, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, എനിക്കിത് വല്ലാണ്ട് എന്നെ ഇത് പ്രഷർ ചെയ്യുന്നു എന്ന് തോന്നിയപ്പം ഐ സ്റ്റിൽ റിമെമ്പർ ഒരു ദിവസം ആ ഒരു സാറ് ഫിസിക്സിൻ്റെ ക്ലാസ് ആണെന്ന് തോന്നുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒരു 3 മണിയായപ്പോൾ പറഞ്ഞു അതിനിടെ ബ്രേക്ക് എന്ന് പറഞ്ഞപ്പം ഓക്കെ യു ക്യാൻ ടേക്ക് എ ബ്രേക്ക് എന്ന് സാറ് പറഞ്ഞു. അപ്പം
അപ്പോൾ ഞാൻ ബാഗ് എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ സാറ് ചോദിച്ചു എന്താ ജസ്റ്റ് ബാഗ് എടുത്ത് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോൾ എന്ത് പറയണം, എൻ്റെ മനസ്സിൽ ഞാനിത് ലീവ് ചെയ്യാണ്, ഞാൻ ഇറങ്ങി പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിൻ്റെ ബാഗിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്, അതും കൂടി ഡിസ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുന്ന് വ്യക്തമായ ഒരു ആൻസർ പോലും പറയാതെ ഞാൻ ആ കോച്ചിങ് സെന്ററിൽ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരിക്കലും ലാസ്റ്റ് ഡേ ആയിരുന്നു. 5 മണി വരെയുള്ള ക്ലാസ് ഞാൻ 3 മണിക്ക് ബ്രേക്ക് ചെയ്ത് വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാനത് ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് ഇത് തോന്നുന്നില്ല മുന്നോട്ട് കൊണ്ടുവന്ന്. അപ്പം പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന്. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ഓക്കെ, അങ്ങനെയാണ് ഞാൻ എങ്ങനെയോ സംഭവം ഞാൻ CS പറ്റി കേട്ടു, കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഇത് കൊള്ളാം, ലോ ഒക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്, ഇത് പഠിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ സ്കൂളിൽ ഈവൻ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള സാർമാർക്കൊക്കെ എന്നെ അറിയാമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു സാർ ചോദിച്ചു ജസ്റ്റ് എന്താ പോകുന്നത്, എന്തിനാ ഇനി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെ CS പോയാലോ എന്ന് ആലോചിക്കുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞു ജസ്റ്റ് നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ, എന്നാൽ CA ട്രൈ ചെയ്തൂടെ, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ, ഒന്ന് നോക്കിക്കൂടെ എന്ന് എടുത്തു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഓക്കെ CA ട്രൈ ചെയ്യണോ വേണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ സാർ അങ്ങനെ ചോദിച്ചു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നിട്ട് ആലോചിച്ചു ഓക്കെ ഞാൻ എന്തായാലും കോമേഴ്സ് ഫീൽഡിലേക്ക് പോകാൻ തീരുമാനിച്ചു, CS തന്നെ വേണോ, എനിക്ക് CA ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു CA. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ അമ്മയുടെ ഒക്കെ സ്റ്റുഡൻറ്റ്, വളരെ അമ്മ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ 1-2 പേര് CA ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്നാൽ CAക്ക് പോകാം, ഞാനും കോൺഫിഡൻ്റ് ആണ്, പഠിച്ചാൽ പാസ്സാവാൻ പറ്റും. അങ്ങനെ ഞാൻ 12th കഴിഞ്ഞ് CAയിലേക്ക് വന്നു. ഇന്നലെ പോയ കോളുകളിലൊന്ന് ആ സാറിനുള്ളതായിരുന്നോ? ഞാൻ സാറിനെ മെസ്സേജ് അയച്ചിരുന്നു, സാർ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. സ്കൂളിലൊക്കെ ഉള്ള ഒരുപാട് ടീച്ചേഴ്സൊക്കെ നമ്മളിങ്ങനെ ഓക്കെ ഞാൻ ഓരോ തവണയും കാണുമ്പം ഞാൻ ഇപ്പോഴും എഴുതുവാണ് എന്ന് പറയുമ്പം അവർക്കും ഒരു ബുദ്ധിമുട്ട്, നീ പാസ്സായില്ലേടാ എന്ന് ചോദിക്കാൻ അവർക്കും ഒരു ബുദ്ധിമുട്ട്, നമുക്കത് പറയാനും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം സ്കൂളിലൊക്കെ നമ്മളെ ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ റിസൾട്ട് വന്ന് ഞാൻ എൻ്റെ പഴയ ഫേവറേറ്റ് ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു എന്നെ ഇങ്ങനെ നീ എന്താണ് ക്ലിയർ ആവാത്തതെന്ന് വളരെ കൺസേൺഡ് ആയിട്ട് പല സ്ഥലത്തും വെച്ച് കാണുമ്പോൾ ചോദിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ ഞാൻ വിളിച്ച് സന്തോഷമായിട്ട് പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഞാൻ പാസ്സായി എന്ന് പറയും. അവർക്കും എനിക്ക് തോന്നുന്നു ഒരു സമാധാനമാണ്, ഞാനും ആഗ്രഹിച്ചൊരു സ്ഥലത്ത് എത്തിയില്ലോ എന്നുള്ളൊരു സമാധാനമായിരിക്കും. ആക്ച്വലി ആ ഒരു എക്സാം സെന്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ട്യൂഷൻ സെന്ററിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അത് നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ എക്സ്പെഷ്യലി ഈ CA പോലുള്ള കോഴ്സിലേക്ക് വരുമ്പം കുട്ടികൾക്കുള്ളൊരു ഫിയർ ഉണ്ട്, വേറെ എന്റർടൈൻമെന്റ്സോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല, നമ്മൾ എന്താ പറയുക പഠിപ്പിസ്റ്റായി പോകും, എന്നാലേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഒരാളല്ലാന്ന് അത് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതെങ്ങനെയാണ് ഈ എന്റർടൈൻമെന്റ്, ഹോബീസസ്, അതിൻ്റെ കൂടെ സ്റ്റഡീസ്, ഇതെല്ലാം കൂടെ ചെറിയ ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ മാനേജ് ചെയ്ത് പോയത്? പലപ്പോഴും ഈ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോഴേ നമ്മൾ CA ആണ് പഠിച്ചു പറയുമ്പോൾ പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് വെച്ച് ഇവർ പറയും നിങ്ങൾ ചെയ്തൊരു മണ്ടത്തരമാണ് നിങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റാത്തതെന്ന്. ഈവൻ നമ്മളെ പഠിപ്പിക്കാൻ വന്ന സാറുമാർ പോലും പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പോകാൻ പറ്റാത്ത ഒരു വലിയ നഷ്ടമാണെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും, ഒരു വലിയൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ കോളേജ് ഡേ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഡേ, അത്തരം കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും ഓക്കെ എനിക്കൊരു സന്തോഷം ഇല്ലാത്തതുകൊണ്ട് വേറൊരു കോഴ്സിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതിന് ഞാൻ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര താങ്ക്ഫുൾ ആണ്. എൻ്റെ കൂടെ ഞാൻ ഫൗണ്ടേഷൻ തുടങ്ങുമ്പോൾ ഉള്ള ഒരു 5 പേരുണ്ട്, എസ്പെഷ്യലി ടോജ്, ജിം, സെയ്ദ്, ആശിഷ്, അമൽ എന്ന് പറയുന്ന ഞങ്ങളിപ്പോഴും ഭയങ്കര ക്ലോസ് ആണ്. ഞാൻ കൺസൾട്ടൻസി തുടങ്ങിയതും ഇതിലുള്ള 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഒരു 2015 തൊട്ട് ഇവർ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോഴും നമ്മൾ ഭയങ്കര ക്ലോസ് ഫാമിലിയാണ്. ഞങ്ങൾ എപ്പോഴും പറയും നമ്മൾ പുറത്ത് എന്തോരം ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. എല്ലാവരും CA ക്ലിയർ ആയി, ഒരാളും കൂടി ഇനി ക്ലിയർ ആവുള്ളൂ, 2 പേരോടെ ക്ലിയർ ആവാനുള്ളൂ. എല്ലാവരും ഇപ്പം നല്ല പൊസിഷനിലാണ്, എല്ലാവരും നന്നായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പം ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ഒരു എനിക്ക് കുറേ സന്തോഷം മിസ് ചെയ്തല്ലോ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻസ് ഒരു സമയത്തും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നഷ്ടബോധമേ ഇല്ല, ഒട്ടും നഷ്ടബോധമില്ല. പക്ഷെ അത് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോഴും അവർ പറയും ഇല്ല നിങ്ങൾ കുറെ കാര്യം മിസ് ചെയ്തിട്ടുണ്ടാവും. ശരിയായിരിക്കാം, നമ്മൾ കുറച്ച് കാര്യം മിസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല, ഞാൻ അങ്ങനെ ഒരു പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എല്ലാ കാലത്തും കുറച്ച് മാർക്ക് കിട്ടുമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ടോപ്പേഴ്സിലൊക്കെ ഉള്ള മാർക്കൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഞാനങ്ങനെ ഒരു പഠിപ്പിസ്റ്റെന്ന് എനിക്ക് സോക്കോൾഡ് ഒരു നേർഡായിട്ടുള്ള ഒരാളായിരുന്നില്ല. പരീക്ഷയുടെ അടുത്ത് മാത്രം പഠിക്കുന്ന, ഈവൻ CAക്ക് പോലും ഞാൻ പരീക്ഷയുടെ അടുത്ത് മാത്രം പഠിക്കാൻ വരെ എൻ്റെ ഒരു ലിമിറ്റേഷനും അതായിരുന്നു. എനിക്കിങ്ങനെ ഒരുപാട് മുന്നേ ഇതിങ്ങനെ
പഠിച്ച് മുന്നോട്ട് പോയി ഓരോ തവണയും തീർത്ത് റിവൈസ് ചെയ്ത് പോകാൻ അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് അല്ല ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറയും പലരുടെയും സ്റ്റഡി മെത്തേഡ് വ്യത്യാസമാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ എപ്പോഴും അതിനകത്തൊരു സേഫ് ആയിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് റിപ്പീറ്റഡ് റിവൈസ് ഒക്കെ ചെയ്ത് പരീക്ഷ എഴുതണം. എപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് CA പരീക്ഷ പാസ്സാവണമെങ്കിൽ പഠിക്കാതെ പാസ്സാവാൻ പറ്റില്ല. നിങ്ങൾ എത്ര ഇൻ്റലിജൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എത്ര മിടുക്കരായിക്കോട്ടെ, അതൊക്കെ നിങ്ങളെ പലപ്പോഴും നിങ്ങളുടെ സ്റ്റഡീസിൽ ചില മേഖലകൾ നിങ്ങളെ ഫേവർ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ നല്ല ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തിയറി പേപ്പർ ചിലപ്പോൾ പഠിച്ചാൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും ഡെറിവേഷൻസും ഒക്കെ ക്യാച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായേക്കാം. പക്ഷെ CA പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വർക്ക് ചെയ്യണം. അതിന് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. അത് ഒരു തരത്തിൽ ഞാൻ തുടക്കത്തിലേക്ക് ഈ പരീക്ഷയ്ക്ക് 3-4 ദിവസം മുന്നേ മാത്രം പഠിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ആള് പെട്ടെന്ന് CAയിലേക്ക് വന്നപ്പം എനിക്കും അതൊന്ന് ജെല്ലാവാനായിരുന്നു ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ജസ്റ്റിനെ പോരാ, നീ ഒരു വേറെ മിനിമം 1 മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് പഠിച്ചാൽ മാത്രമേ പാസ്സാവുള്ളൂ എന്നുള്ളത് റിയലൈസ് ചെയ്തതിന് എനിക്ക് കുറച്ച് സമയം എടുത്തിരുന്നു. അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. എനിക്കിപ്പോഴും ഉള്ള ഒരു വലിയ തിരിച്ചറിവാണത്. നിങ്ങൾ CA ട്രൈ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങൾ സംഭവം ചിലപ്പോൾ ഒരു കുട്ടി 6 മണിക്കൂർ പഠിക്കുമായിരിക്കും, ചിലപ്പോൾ കുട്ടിക്ക് 4 മണിക്കൂർ ഓക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഇല്ല ഇതിനകത്ത് ക്ലിയർ ആവാൻ. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ജസ്റ്റ് ഇതൊന്ന് കണ്ടുപോയി കോൺസെപ്റ്റ് ഒക്കെ എനിക്ക് അറിയാം എന്ന് വിചാരിച്ച് പരീക്ഷയ്ക്ക് പോയി പാസ്സാവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു പേപ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം, പക്ഷെ മറ്റൊരു പേപ്പർ നിങ്ങൾ ഉറപ്പായിട്ടും പെടുത്തും. ഉറപ്പായിട്ടും ഒരു നല്ലപോലെ കഷ്ടപ്പെടുന്ന ഹാർഡ് വർക്ക് ഇതിൻ്റെ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്, ഫാക്ടറാണ്. യെസ്. അപ്പോൾ നമുക്ക് സ്റ്റഡീസിനെ കുറിച്ച് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാം. ജസ്റ്റിൻ പഠിച്ച ഒരു പാറ്റേൺ, അതിലിപ്പം വളരെ ഹെൽപ്ഫുൾ ആവാൻ ബാക്കിയുള്ളവർക്കും കൂടെ തോന്നുന്ന എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടോ? ലൈക്ക് ക്വിക്ക് നോട്ട് മേക്കിങ്സ്, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ അതിലേതൊരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്? ഞാൻ പ്രത്യേകിച്ചും ഈ ഓഡിറ്റിംഗ് ഒക്കെ ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത്. കാരണം ഞാൻ നല്ലൊരു മടിയനാണ്. ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു 7 hours ഇങ്ങനെ ഇരിക്കുക, ഒരു തിയറി പേപ്പർ കേൾക്കുക എന്നുള്ളത് ഞാൻ ആസ് എ ടീച്ചർ അത് പറയാൻ ഒട്ടും പാടില്ല. എങ്കിലും ചില സബ്ജക്ട്സ് നമുക്ക് ടു ബി ഓണസ്റ്റ് നമുക്കതിൽ പോയിരുന്ന് അത് നന്നായിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റർ വരെയൊന്നും അങ്ങനെയായിരുന്നില്ല. എല്ലാ ക്ലാസ്സും വളരെ പ്രോപ്പറായിട്ട് പഠിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എത്താൻ കാരണം എന്നെ അന്ന് പഠിപ്പിച്ച നല്ല ഫാക്കൽറ്റീസ് കൊണ്ടാണ്. അവർ നന്നായിട്ട് എന്നെ പഠിപ്പിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചില പേപ്പേഴ്സ് എനിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത്. അല്ലാതെ ഞാൻ അത്ര മിടുക്കനായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പണിയെടുത്തൊന്നും അല്ല പഠിച്ചത്. എനിക്ക് ഉറപ്പാണ് എൻ്റെ ഫൗണ്ടേഷനിലും എൻ്റെ ഇന്ററിലും എൻ്റെ നല്ല ഫാക്കൽറ്റീസ് അവർക്ക് എനിക്ക് തന്നൊരു അടിത്തറ കൊണ്ടാണ് എനിക്ക് ചില പേപ്പേഴ്സ് ഫൈനലിന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത്. എങ്കിലും ഞാൻ പ്രോബ്ലം പേപ്പേഴ്സ് എല്ലാം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം പേപ്പേഴ്സിന് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ചെയ്തത്. പ്രത്യേകിച്ച് FRI FM-ന് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്തു. അല്ലെങ്കിൽ പല ഫാക്കൽറ്റീസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അത് മാത്രമാണ് ഫോളോ ചെയ്ത്. കൂടാതെ ഈ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെ ഫാക്കൽറ്റീസ് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ഇലിസ്ട്രേഷൻസും ഇപ്പം FRK ആണെങ്കിൽ ന്യൂമറസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. എനിക്ക് പറ്റില്ലായിരുന്നു, പറ്റുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്തത് ഇവർ മാർക്ക് ചെയ്ത് തന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ ഇതിനകത്ത് ഏതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് അത് മാർക്ക് ചെയ്ത് ICAR മെറ്റീരിയലിൽ നിന്ന് പഠിച്ചു. കൂടാതെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് പ്രോബ്ലം പേപ്പേഴ്സിന്. അതെനിക്ക് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിയറി ആണെങ്കിലും എനിക്ക് കുറച്ചൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ട്. എനിക്കൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ സംഭവം അതെനിക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. കുറച്ച് സമയം എനിക്ക് ചെറിയ സമയത്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എനിക്ക് ഞാൻ പഠിച്ച അതേ രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. തിയറി ചിലപ്പം എല്ലാം എനിക്ക് ഒരു പരിധിക്കപ്പുറമുള്ള കാര്യം എനിക്ക് പഠിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ ഞാൻ പഠിച്ച കാര്യം എനിക്ക് അതേപോലെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് തിയറി പേപ്പേഴ്സ് തന്നെ അതാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിരുന്ന കൂടുതൽ തിയറി പേപ്പേഴ്സ് ഒക്കെ എനിക്ക് ഏറ്റവും മടുക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും തിയറി പേപ്പേഴ്സ് പഠിക്കില്ല. ഞാൻ ഏർലി മോർണിംഗ് എണീറ്റ് ചിലപ്പോൾ ഒരു 6 മണി തൊട്ട് ഒരു 8 മണി വരെയൊക്കെ ആയിരിക്കും ഞാൻ തിയറി പഠിക്കുന്നത്. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ വരുമ്പം എൻ്റെ അമ്മ PT വരുമ്പോൾ കേൾക്കുന്ന ഒരേ ഒരു പരാതി, പഠിക്കുന്നില്ല എന്നൊരു പരാതി എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അമ്മ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. ക്ലാസ്സിൽ ഭയങ്കര വർത്തമാനമാണ്. എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ എനിക്കൊരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പെർമനന്റ് സീറ്റ് പോലും ഇല്ലാതെ ഞാൻ വന്നത് ഏത് സീറ്റിലാണ് ഇന്ന് ആള് കുറവ് അവിടെ പോയിരുന്നിരിക്കുന്നത്. അതായിരുന്നു ചെറുപ്പം തൊട്ടുള്ളൊരു പരാതി. ഞാൻ പഠിക്കുമ്പോഴും റെസ്റ്റ്ലെസ് ആണ്. എനിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, ഞാൻ നടന്നാണ് പഠിക്കുന്നത്. ഇപ്പം വീടിന്റെ റൂഫിന്റെ മണ്ടയിലാണെങ്കിലും അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഒക്കെ നടന്ന് ഞാൻ പഠിക്കുമായിരുന്നു. അധികം ആളുകൾ ഓർക്കുമായിരുന്നു അയ്യോ ഈ പയ്യൻ എന്തോ പ്രശ്നമുണ്ട്.
ലൗഡ് റീഡർ അല്ല, ഞാൻ നടന്ന് പഠിക്കണം. എനിക്ക് മീൻസ് വായിച്ചാണ് പഠിക്കുന്നത്, മനസ്സിലല്ല. പക്ഷെ എനിക്ക് നടന്നേ പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വേറെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അതുകൊണ്ട് പ്രോബ്ലം പേപ്പർ ഞാൻ പെട്ടെന്ന് പഠിക്കും. അത് ചിലപ്പം രാത്രിയിലായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. അപ്പം എനിക്ക് ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്യുമായിരുന്നു. എനിക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഓരോ ദിവസവും ഡെയിലി ടാർഗറ്റ്സുകൾ വെച്ചിട്ട് തന്നെ പ്ലാൻ ചെയ്യും. പിന്നെ ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകില്ല. പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്ട്സ് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട് ഫൈനലിലൊക്കെ വരുമ്പോൾ. എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വർക്ക് ചെയ്തതായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് ക്ലാസ് എടുക്കുമ്പോഴും പറയും, നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കി, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കും, എല്ലാ സബ്ജക്റ്റും പഠിക്കും. ഫൈനലൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഓരോ ഗ്രൂപ്പ് വെച്ച് പഠിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് പോസിബിൾ ആയത്. ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 സബ്ജക്ട് ഒരു ദിവസം പഠിക്കാൻ പറ്റുമെങ്കിൽ പിറ്റേ ദിവസം ഞാനത് സ്വിച്ച് ചെയ്ത് പഠിക്കും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ സബ്ജക്ട്സിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നത് എനിക്ക് അതിനകത്തൊരു ഒത്തിരി ദിവസം അതിനെ ഞാൻ ഇങ്ങനെ ഉപേക്ഷിച്ച് വെക്കില്ലായിരുന്നു. പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു 15 ദിവസം കൊണ്ടൊക്കെ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ചിലപ്പോൾ ഒരു സബ്ജക്ട് തീരുമായിരിക്കും. പിന്നെ ഒരു 30 ദിവസത്തേക്ക് നമുക്ക് തൊടാൻ പറ്റാതെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് മറന്നു പോയിട്ടുണ്ടാവും. അപ്പം എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്ത് ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് ഞാൻ AFM-നൊക്കെ ഫോളോ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് ഞാൻ റിവൈസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എന്നെ ഇത്തവണ ഫൈനലിൽ എന്നെ രക്ഷപ്പെടുത്തിയതും AFM ആണ്. എല്ലാ തവണത്തെ എൻ്റെ സ്ട്രോങ് സബ്ജക്ട് FR ആയിരുന്നു. ഞാൻ ഓരോ തവണ ഫെയിൽ ആകുമ്പോൾ എനിക്ക് 55-ന് താഴെ ഒരു മാർക്ക് FR-ന് കിട്ടിയിട്ടില്ല. എപ്പോഴും എനിക്ക് എക്സാംഷൻ പ്രതീക്ഷയുണ്ട്, പക്ഷേ 58, 59, 56-ലൊക്കെയാണ് നിന്നിട്ടുള്ളത്. പക്ഷെ അപ്പോൾ ഞാൻ FR-നെ കുറിച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാ തവണ. എനിക്ക് എങ്ങനെ പോയാലും ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷ പോയപ്പോഴും എനിക്ക് 58 സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. FR എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. താങ്ക്സ് ടു ലക്ഷ്മി മാമിൻ്റെ ക്ലാസ്സാണ് ഞാൻ കൂടിയത്. അപ്പോൾ FR ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ ഇത്തവണ FR-നെ പറ്റിയെന്ന് വെച്ചാൽ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. പരീക്ഷയ്ക്ക് പോയപ്പോൾ എനിക്ക് EPS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് വന്ന ക്വസ്റ്റൻ ഒഴികെ ബാക്കി എല്ലാത്തിനും ആൻസർ അറിയാം. ഞാൻ ആ ഒരു സന്തോഷം കൊണ്ട് അത് ചെയ്ത് ഭയങ്കര ഞാൻ ഓവർവെൽഡ് ആയിപ്പോയി. ഞാൻ വളരെ സ്പീഡിൽ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നപ്പം എൻ്റെ ബിസിനസ് കോമ്പിനേഷൻ എന്നെ തകർത്ത് കളഞ്ഞു. എനിക്ക് 1 മണിക്കൂർ അത് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആദ്യം വായിച്ച ഒരു വേർഡ് തെറ്റിപ്പോയി, ഒരു സെൻറ്റൻസ് ഞാൻ മനസ്സിലാക്കി മീനിങ് തെറ്റിപ്പോയി. കാര്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു എമൗണ്ടിനകത്ത് ബാലൻസ് ഷീറ്റ് ടാലി ആവാൻ തോന്നുന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ ഞാൻ ട്രേസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അതിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അവസാനം ഇപ്പോൾ ഞാൻ വളരെ പാനിക്ഡ് ആയിപ്പോയി. എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു 30 മാർക്സിൻ്റെ ക്വസ്റ്റൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇറങ്ങിയപ്പം ഞാനൊരു 70 മാർക്കിൻ്റെ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 30 മാർക്ക് എനിക്കൊരു 15 മിനിറ്റ് കിട്ടായിരുന്നു എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. കാരണം ചെറിയ ക്വസ്റ്റൻസ് ആണ്. ഞാനത് ലാസ്റ്റത്തേക്ക് വെച്ചു. അത് ഞാൻ ചെയ്തൊരു എൻ്റെ ഒരു മണ്ടത്തരമായിരുന്നു. ഞാൻ പൊതുവേ എൻ്റെ FR-ൻ്റെ പേപ്പർ ഞാൻ അങ്ങനെയല്ല എഴുതുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ബിസിനസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ലാസ്റ്റത്തേക്ക് വെക്കും. ഇത്തവണ എനിക്ക് അറിയാവുന്ന ബിസിനസ് കോമ്പിനേഷൻ ആണല്ലോ, 30 മിനിറ്റ്സ് തീരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരു തേർഡ് ക്വസ്റ്റൻ അത് അറ്റൻഡ് ചെയ്തു. അത് റോങ് ഡിസിഷൻ ആയിരുന്നു. എനിക്കത് ആക്ച്വലി അതിനേക്കാളും വലിയ റോങ് ഡിസിഷൻ ആവാൻ ചാൻസ് ഉണ്ടായിരുന്നത് ആ FR-ന്റെ പേപ്പറിന്റെ ഇമ്പാക്ട് വിചാരിച്ചത് ബാക്കി എക്സാംസിനെ അഫക്ട് ചെയ്തായിരുന്നെങ്കിലാണ്. ബട്ട് അത് ചെയ്തില്ലല്ലോ. ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് FR-ഉം AFM-ഉം കഴിഞ്ഞപ്പം എനിക്ക് AFM ഭയങ്കര ബുദ്ധിമുട്ട്. ആ അറ്റംപ്റ്റ് ഞാൻ ഓർക്കുന്നു ഒരു 2 അറ്റംപ്റ്റ് മുമ്പെയാണ്. എല്ലാവർക്കും AFM ഭയങ്കര എളുപ്പം, എല്ലാവരും അതിനെക്കുറിച്ച് ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഓക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ആക്ച്വലി 3 ദിവസം ഓഡിറ്റിനുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും എൻ്റെ ഫെയിലിയേഴ്സാണ് എൻ്റെ ടീച്ചർ സീരിയസ്ലി എൻ്റെ ഫെയിലിയേഴ്സാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് കിട്ടില്ല, ഞാൻ പാസ്സാവില്ലെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായി. ഓഡിറ്റിന് 3 ദിവസമുണ്ട്. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തില്ല. എനിക്ക് എൻ്റെ മനസ്സ് തന്നെ അനുവദിച്ചില്ല പഠിക്കാൻ. ഞാൻ ഓരോ തവണയും പഠിച്ച് സ്റ്റാൻഡേർഡ്സ് വായിക്കാൻ നോക്കുമ്പോൾ ഇല്ലടാ നീ തോക്കുമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനത് വീണുപോയി. ആക്ച്വലി ഞാനതിൽ പെട്ടുപോയി. റിസൾട്ട് വന്നപ്പം FR-ന് 58 എനിക്ക് കിട്ടി, AFM-ന് 42 കിട്ടി. ഓഡിറ്റ് ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഞാൻ 36-ൽ ഫെയിലായിപ്പോയി. എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ആ ഒരു അറ്റംപ്റ്റ് അങ്ങനെ പോയതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്നീട് ഞാൻ 2 അറ്റംപ്റ്റ് കൂടെ എഴുതി. ഈ അറ്റംപ്റ്റ് ഞാൻ FR എഴുതിയപ്പം മാം പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് നല്ലതായിട്ട് അറിയാവുന്ന, പാടായിട്ട് എഴുതാൻ പറ്റാത്തതല്ല, എനിക്ക് അറിയാമായിരുന്ന ഒരു പേപ്പർ ഞാൻ എൻ്റെ ഒരു 3 മണിക്കൂറത്തെ എൻ്റെ ഡിസിഷൻ എന്നെ ഒരു മണ്ടത്തരത്തിൽ എത്തിച്ചല്ലോ, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വലിയ വിഷമത്തോടെ ഞാൻ എക്സാം ഹോൾ വിടുന്നത്. ഇത്തവണ കുറച്ച് ലെങ്തി പേപ്പറുമായിരുന്നു. അപ്പം വന്നു ഞാനപ്പോൾ ഒരു ലൈബ്രറിയിൽ ഇരുന്നാണ് പഠിക്കുന്നത്. മെൻ്റർ സെർച്ച് എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഒരു വെഞ്ചറായ ഒരു സ്ഥലത്ത് പോയിരുന്നാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ പഠിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ലാസ്റ്റ് 15 ഡേയ്സാണ് അവിടെ ഇരുന്ന് പഠിച്ചത്. അപ്പം എക്സാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ നേരെ മെൻ്റർ സെർച്ചിലേക്ക് പോയി. അവിടെ ചെന്നിരിക്കുമ്പം എൻ്റെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണ്, ഡിസ്റ്റർബ്ഡ് ആണ്. ലൈക്ക് ഞാൻ എന്തൊരു മണ്ടത്തരം കാണിച്ച് ഞാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ MCQ നോക്കില്ല, ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് നോക്കില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ എടുത്ത് പേപ്പർ വെച്ചു, മീൻസ് ബാഗിൽ വെച്ചു. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ AFM നന്നായിട്ട്
പഠിച്ചെഴുതും. ഐ സ്റ്റിൽ നോ ഞാൻ ഒരു 7 മണിക്കാണ് പഠിക്കാനിരുന്നത്. ഞാൻ 7 മണി തൊട്ട് 11 മണി വരെ പഠിച്ചു. ഞാൻ രാവിലെ 6 മണിക്ക് തിരിച്ച് പിന്നെയും മെന്റസിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോക്കി. തിയറി ഒക്കെ ഞാൻ പഠിച്ചു. AFM 20 മാർക്സിന്റെ തിയറി വരും. തിയറി ഞാൻ കവർ ചെയ്തിട്ട് ഓക്കെ നമുക്ക് നോക്കാം AFM എങ്ങനെയുണ്ടോ നോക്കാം. ഞാൻ ആ ഡിസിഷൻ എടുത്ത് വളരെ ശരിയായിരുന്നു. പിറ്റേ ദിവസം AFM എക്സാം എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഇഷ്യൂ കൂടെയാണ്. എനിക്ക് ഇതിന് മുൻപ് പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പല കുട്ടികൾക്കും പറ്റുന്ന, അല്ലെങ്കിൽ അവർ ആ മാനസികമായി തളർന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഒരു പേപ്പർ പാടായി അവിടെ നമ്മളങ്ങ് സ്റ്റക്ക് ആവുന്നത്. AFM എഴുതിയപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. ഓക്കെ എനിക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടുമായിരിക്കും. എക്സംഷൻ ഒന്നും പ്രതീക്ഷിച്ചൊന്നും എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. പക്ഷേ ചിലപ്പോൾ കിട്ടാതിരിക്കാം. കാരണം എനിക്ക് പ്രതീക്ഷിച്ചതുകൊണ്ടൊന്നും FR എക്സംഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കിട്ടാതിരിക്കാം. പക്ഷെ എനിക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് ഉറപ്പായിരുന്നു. പിന്നീട് ഞാൻ ഓഡിറ്റിംഗ് വന്നു. അപ്പം ഓഡിറ്റിംഗ് ഒരു കടലാണ്. ഒരു ദിവസം കൊണ്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓഡിറ്റിംഗ് എങ്ങും എത്തില്ല. ഞാൻ essay സ്റ്റാർട്ട് ചെയ്തു. ഞാൻ സ്പീഡ് പഠിക്കാൻ നോക്കി. എന്നാലും ഞാൻ പലപ്പോഴും എനിക്ക് ചില 1-2 ചാപ്റ്റേഴ്സ് ഒന്നും എനിക്ക് റിവൈസ് ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ പഠിച്ചത് എനിക്കിത് പാടെ വേണ്ടെന്ന് നോക്കേണ്ടി വന്നു. കാരണം അത് പോയി കഴിഞ്ഞാൽ എനിക്ക് essay കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സമ്മറി നോട്ട്സ് വല്ലതും കീപ്പ് ചെയ്യാറുണ്ടോ? ഞാൻ ശുഭം കേശവാനയുടെ ഒരു ഹാൻഡ് ബുക്ക് ആണ് യൂസ് ചെയ്യുന്നത്. സമ്മറി നോട്ട്സ് അതിന്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ തന്നെ എനിക്ക് വേണ്ടുന്ന അബ്സർവേഷൻസും കഥയൊക്കെ എഴുതി ഞാൻ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് വെച്ച് ഒട്ടിച്ചു വെക്കാറുണ്ട്. അങ്ങനെ കുറെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ എന്തെങ്കിലും കഥ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കഥ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാനത് എഴുതി വെക്കും. എന്തോ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മോർണിംഗ്സ് ആയിട്ട് അതെ അബ്സർവേഷൻസോ അല്ലെങ്കിൽ എന്താ അതിന് പറയാ അങ്ങനെ കഥയൊക്കെ ഞാൻ എഴുതി വെക്കും. അപ്പം അതെന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പോയിന്റ്സ് ഓർത്ത് വെക്കാൻ. കാരണം എനിക്കിത് പഠിക്കാൻ പറ്റുമെങ്കിലും പെട്ടെന്ന് ഈ ഒരു പോയിന്റ് സ്റ്റക്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 3 പോയിന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓഡിറ്റിങ്ങിന് പലപ്പോഴും സംഭവിക്കുന്നതാണ്. അതെ, കാര്യം പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ഓർമ്മയുണ്ടാവും. ആദ്യത്തെ 2 പോയിന്റ് പെർഫെക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടാവും. 3ാമത്തെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയായിരുന്നു നമുക്ക് മറന്നു പോകും. പിന്നെ നമുക്ക് എല്ലാ എസ്സേയും കൂടെ മിക്സ് ആയി പോകും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് പറ്റാവുന്ന ഞാൻ ഓഡിറ്റിംഗ് പഠിച്ചിട്ട് പോയി. ഓഡിറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേപ്പറായിരുന്നു. പൊതുവെയുള്ള റിവ്യൂ എന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഓഡിറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്കൊരു 35 to 40 മാർക്സിന്റെ ഡിസ്ക്രിപ്റ്റീവിന് ആൻസർ അറിയായിരുന്നുള്ളൂ. പക്ഷെ അറിയാവുന്ന ആൻസേഴ്സ് എനിക്ക് വൃത്തിക്ക് അറിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പണ്ടൊക്കെ ഞാൻ ഈ ഓഡിറ്റിങ്ങിന് കാര്യമായിട്ട് എഴുതുമായിരുന്നു. എനിക്ക് പിന്നീട് മനസ്സിലായി അങ്ങനെ എഴുതി മാർക്ക് കിട്ടില്ല. അവർ ആ നമ്മുടെ ആൻസറിന്റെ ടെക്നിക്കൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ്, ആ കീവേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പോയിന്റ്സ് വീഴുള്ളൂ. ഞാൻ അതിന് അറ്റംപ്റ്റ് ചെയ്തില്ല. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചൂസ് ചെയ്തു. ആദ്യത്തെ 15 മിനിറ്റ് ഞാൻ വളരെ കൂൾ ഓഫ് ടൈമിന് എനിക്ക് മനസ്സിലായി എക്സാം പാടാണെന്ന് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോഴേ മനസ്സിലായി. അപ്പൊ ഞാൻ പിക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഏതാണ് ഇത് നന്നായിട്ട് അറിയാവുന്നത്. ഞാനത് അങ്ങനെയും മാർക്ക് ചെയ്ത് വെച്ചു. ബാക്കി ആക്ച്വലി ഞാൻ ആ 40 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് എഴുതിയിട്ടുള്ളൂ. ഒരെണ്ണം പോലും ഞാൻ എക്സ്ട്രാ എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു ആ 40 മാർക്കിൽ എനിക്ക് ഒത്തിരി മാർക്ക് കുറയാതെ കിട്ടും, പാസ്സാവാൻ പറ്റും. അതുപോലെ MCQവും എനിക്ക് വായിച്ചിട്ട് ചില MCQ ഒന്നും മനസ്സിലാവുന്നില്ല. വലിയ ബുക്കായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു MCQ. ഒരു കണ്ടന്റ് ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ അതും എങ്ങനെയൊക്കെയോ ചിലതൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഓഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പം എൻ്റെ ഉള്ളിലൊരു സമാധാനം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇതുവരെ എഴുതി ഓഡിറ്റിങ്ങിനേക്കാളും ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു. ഓഡിറ്റിംഗ് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ ഒരു ടെൻഷൻ ഞാൻ അഗ്രിഗേറ്റിൽ എങ്ങാനും ഫെയിൽ ആവും, അഗ്രിഗേറ്റ് ആയിരിക്കും എൻ്റെ പ്രശ്നം എന്നായിരുന്നു. ഞാൻ തലേദിവസം എൻ്റെ ബിസിനസ് പാർട്ട്ണറിനോട് ഞാനിങ്ങനെ ജയിക്കാൻ സാധ്യതയില്ലടാ, ഇതായിരിക്കും മാർക്ക് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചു. അവനതിങ്ങനെ എടുത്തിട്ട് ഞാൻ എൻ്റെ ചെയറിന് മേളിൽ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഇതിവിടെ ഇരിക്കട്ടെ, ഇതിന് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇടിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാധ്യതയില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ AFM ആയിരുന്നു എൻ്റെ ഇത്തവണത്തെ സേവിയർ. എനിക്ക് 68 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അതൊരു വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പ് ക്ലിയർ ചെയ്തത്. നമ്മൾ CA എക്സാമിനേഷൻസ് എഴുതുന്ന ടൈമിലെ എക്സാം വാല്യൂ ചെയ്യുന്ന ആളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സും കാര്യങ്ങളും ചെയ്യാറില്ലേ? ലൈക്ക് കീവേഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് സ്പേസ് ഇട്ട് എഴുതുക, അങ്ങനത്തെ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പ്രസന്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന നമ്മൾ ഈ തിയറി പേപ്പേഴ്സിലൊക്കെ കീവേഡ്സ് എഴുതിയാലാണ് മാർക്ക് കിട്ടുക. അല്ലെങ്കിൽ ടെക്നിക്കൽ ടൈംസ് അത് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട് ചെയ്യുന്ന രീതി വരുള്ളൂ, അത് മാർക്കും കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ തിയറി പേപ്പേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പം ഒരു പോയിന്റ് തന്നെ ചിലപ്പോൾ 1-2 ലൈൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ 2-3 ലൈൻസ് കൂടുതലുണ്ടാവും. അതും നല്ല ടെക്നിക്കൽ ടൈംസ് ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ അതിനകത്തെ കീവേഡ്സ് നമ്മൾ ഓർത്തിരിക്കുക, അത് ഹൈലൈറ്റ് ചെയ്ത് ആൻസർ എഴുതുക എന്നുള്ള. പ്രത്യേകിച്ച് നമ്മളും പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നി ഈ കുട്ടികൾക്ക് ഒന്ന് പാരഗ്രാഫ് ചെയ്ത് എഴുതിക്കൂടെ, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിക്കൂടെ, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ഒന്ന് വായിക്കുന്ന രീതിയിൽ ഒന്ന് എഴുതിക്കൂടെ എന്ന് നമുക്ക് തോന്നും. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം
എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ടീച്ചറായപ്പോഴാണ് പ്രത്യേകിച്ച് എനിക്കത് മനസ്സിലാവുന്നത്, നമ്മൾ ഒരു 3-4 പേപ്പറൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ മടുക്കും, നമ്മൾ സ്ട്രെസ്ഡ് ആവും. പിന്നെ നമുക്കിത് എങ്ങനെയെങ്കിലും ഇത് നോക്കി തീർന്നാൽ മതി എന്നായി തോന്നി തുടങ്ങും. എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് നമ്മളെ ഇങ്ങനെ നമ്മുടെ അറ്റൻഷൻ വളരെയേറെ വേണ്ടുന്ന, അല്ലെങ്കിൽ അങ്ങനെ നോക്കി മാർക്ക് ചെയ്യേണ്ട ആൻസർ ഷീറ്റ് വരുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടാവും. നമുക്ക് ഇതിനകത്ത് ആൻസർ ഇല്ലാന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ട് എപ്പോഴും ഹാൻഡ് റൈറ്റിംഗ് ഒരു മാറ്റർ ആണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർക്ക് കുറച്ച് ഗുണമുണ്ട്, പക്ഷേ അതൊരു മാറ്റർ അല്ല. കാരണം നിങ്ങളിത് വായിക്കുന്ന രീതിയിൽ നിങ്ങളത് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് സ്പീഡിൽ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുന്ന ഒരു നിർബന്ധമില്ല, അത് പോസിബിളും ഇല്ല. അപ്പം നമ്മൾ സ്പേസ് ഇട്ട് ഈവൻ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പേപ്പർ തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ ബുക്ക്ലെറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ പേപ്പർ തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പം സ്പേസ് ഇട്ട് പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതുക. കൂടാതെ നമ്മുടെ കീവേഡ്സ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പഠിക്കുമ്പോഴും അത് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഹാൻഡ് ബുക്സ് പഠിക്കുമ്പോഴും അതിനകത്തെ കീവേഡ്സ് മാർക്ക് ചെയ്ത് വെച്ച് അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എക്സാമിന് എഴുതുമ്പോഴും അങ്ങനെ കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മുടെ വർക്ക് അവിടെ ഇൻഡയറക്ട്ലി നമ്മളെ ഒരു വിജയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ 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 ഉറപ്പായിട്ടും. ഒരു ടീച്ചർ ആയതിനു ശേഷം പഠിച്ചപ്പോഴും അതിന് മുന്നേ പഠിച്ചപ്പോഴും എന്താണ് ഇതല്ലാതെ പ്രസന്റേഷൻ അല്ലാതെ വേറെ എന്ത് ഡിഫറൻസാണ് ഫീൽ ചെയ്തത്? ടീച്ചറായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതല്ല. നമ്മൾ എപ്പോഴും ഓർക്കും, നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് CA-ലും CMA-ലും SSC-യിലൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമ്മളെ വല്ലാണ്ട് ടെൻഷനാക്കുന്ന ഒരു കാര്യമാണ്. തലേദിവസം നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കും, ഓക്കെ നമ്മൾ എല്ലാം കറക്റ്റായിട്ടാണോ, നമ്മൾ എങ്ങനെയാണ് കുട്ടികളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പാകത്തിനത് എങ്ങനെ ആ കോൺസെപ്റ്റ് പഠിപ്പിക്കുക എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കും, ഓക്കെ ഇത് ഇങ്ങനെയായിരുന്നു ഞാൻ പഠിക്കേണ്ടിയിരുന്നത്. നമുക്ക് പോലും റിയലൈസേഷൻ നോക്കുന്നത്, ഞാൻ പണ്ടൊക്കെ ഒരു ബ്ലണ്ടർ സ്റ്റഡി ആയിരുന്നല്ലോ നടത്തിയെന്ന് നമുക്ക് തോന്നും. നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇത് ഇങ്ങനെയായിരുന്നു ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ ആ പ്രൊഫഷനായിട്ട് ഞാൻ ഇത് ഇങ്ങനെയായിരുന്നു കണക്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവും. അത് എന്നെ വോട്ടിങ്ങിൽ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനത് essay ഇന്റർലിങ്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പഠിച്ച ഒരു കാര്യം മറ്റൊരു സ്ഥലത്തേക്ക് അത് അതിന് ഇൻകോർപ്പറേറ്റ് ചെയ്യാനൊക്കെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു സത്യമാണ്. അപ്പൊ നമുക്കിനി കുറച്ച് ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാം. ഒരിക്കലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും ലോങ് ടൈം പ്ലാൻ ആവില്ലല്ലേ, ഒരു ബിഗിനിങ് ആയിരിക്കും. ഇത് തൊട്ടിനി ബാക്കി പ്ലാൻ അങ്ങ് കിടക്കുമായിരിക്കും. സോ അങ്ങനെ എന്താണ് പ്ലാൻ? ഒരു സ്പെഷ്യലൈസേഷൻ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഞാനിപ്പം ആസ് ഓഫ് നോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ടീച്ചിങ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ വളരെ പാഷനേറ്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ വന്ന ആളാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ക്ലാസ്സിൽ പോകുന്ന ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ലേറ്റ് നൈറ്റ്സ് കോൾ എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയും, അവരെന്നോട് എപ്പോഴും പറയും, നിനക്ക് ഭാഗ്യമാടാ, നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് എല്ലാ കാലത്തും സംസാരിക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ് എന്നെ എപ്പോഴും പല സ്ഥലത്തും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ടീച്ചിങ്ങിൽ വന്നപ്പോൾ എന്നെ അത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര സമാധാനവും സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഒരിക്കലും ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്നെ ഞാൻ വർക്ക് ചെയ്തില്ല. ചിലപ്പോൾ ഞാൻ തലേദിവസം ഒരു സെപ്പറേറ്റ് നോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. ഞാൻ ഒരിക്കലും എൻ്റെ ആ ഒരു സമയം ഞാനത് എന്തോ വർക്ക് ചെയ്തല്ലോ എന്ന് എനിക്ക് തോന്നാറേ ഇല്ല. ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് അങ്ങനെ തോന്നാറില്ലല്ലോ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് തോന്നാത്തതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പഠിപ്പിക്കുക, സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. അതിനോടൊപ്പം ഞാനൊരു കൺസൾട്ടൻസി ഓഫീസ് കൂടി നടത്തുന്നുണ്ട് എൻ്റെ 1-2 പാർട്ട്നേഴ്സിനൊപ്പം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ തുടക്കത്തിൽ പേര് മെൻഷൻ ചെയ്ത സെയ്ദും അമലും ആണ് എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ്. അവരോടൊപ്പം ഞാൻ മൂവാറ്റുപുഴയാണ് എൻ്റെ ഓഫീസ്, അതും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഇനി COP ഒക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ അതർ ദാൻ സ്റ്റഡീസ് ആൻഡ് യുവർ പ്രൊഫഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണ്? ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം, എനിക്ക് സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള എൻ്റെ കൂട്ടുകാരൊപ്പം സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. എനിക്ക് നാട്ടിൽ പോകാന്നുള്ളത് ഏറ്റവും സന്തോഷം. ഞാൻ പഠിപ്പിക്കുമ്പോഴും ഞാൻ നാട്ടിൽ പോകുന്ന ദിവസം, മാങ്കുളം പോകുന്ന ദിവസം എൻ്റെ സ്റ്റുഡൻസിന് അറിയാം. അവർ രാവിലെ വരുന്ന ചോദിക്കും, സാർ ഇന്ന് നാട്ടിൽ പോകില്ലെന്ന്. ഞാൻ വളരെ സന്തോഷമായിരിക്കും. ഞാൻ അന്ന് കുട്ടികൾ ചോദിക്കുന്ന എല്ലാ കാര്യവും സമ്മതിക്കും. അവർക്ക് ബ്രേക്ക് കൂടുതലാണെങ്കിൽ ഞാൻ സമ്മതിക്കും. ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യാത്രകളാണ് എൻ്റെ വീട്ടിലേക്കുള്ള യാത്രകൾ. എനിക്കിപ്പോഴും ഒരു ദിവസത്തെ നിന്നിട്ട് പിറ്റേ ദിവസം പോകുമ്പോൾ, ഈവൻ കൊച്ചിയിലേക്കാണ് പോയിരുന്നെങ്കിലും തലേദിവസം
എനിക്കതൊരു ബുദ്ധിമുട്ടാണ്, രാവിലെ വീട്ടിൽ തിരിച്ചു പോരണമല്ലോ എന്ന്. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, ഇവിടെ ഞങ്ങൾ UK കിടക്കുന്ന ഞങ്ങൾക്ക് ഇല്ലോടെ ബുദ്ധിമുട്ട്. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ നാട്ടിൽ നിന്ന് പോരുക എന്നുള്ളത്. So you are like a first CA in my village, അങ്ങനെയാണോ? അങ്ങനെയല്ല, അല്ല, CA-ക്കാരൊക്കെ ഇതിനു മുമ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റിന്റെ ലൈഫിലെ ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ഫേസ്, ഒരു ഫാക്കൽറ്റി, ദെൻ ഫ്യൂച്ചർ, എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്ത് കഴിഞ്ഞിട്ടും അല്ലേ? അപ്പം ലൈഫിൽ ഈ ഒരു ഡിസിഷനിലേക്കും ഈ ഒരു പൊസിഷനിലേക്കും ഒക്കെ വന്നതിൽ ഉറപ്പായിട്ടും നമുക്കറിയാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ടായി. ഒബ്വിയസ്ലി അത് പേരൻസ് ആണ്. ഓൾറെഡി കുറേ ഫ്രണ്ട്സിനെയും കവർ ചെയ്തിട്ടുണ്ട്, ടീച്ചേഴ്സിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സെക്ഷനിൽ നന്ദി പറയാനുള്ളവർ ആർക്കായിരിക്കും ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്ന വ്യക്തികൾ? ഞാൻ പറഞ്ഞ പോലെ ആദ്യം എൻ്റെ ഫാമിലിയാണ്. അവരുടെ സന്തോഷമാണ് എന്നെ ഇന്നലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. എൻ്റെ അമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ അവരൊക്കെ വിളിച്ച് പറയുമ്പോൾ ഒരു കരയുമായിരുന്നു. എനിക്കറിയില്ല, എനിക്കങ്ങനെ കരയുന്ന ഒരു ഇമോഷനൊന്നും ഉണ്ടായില്ല. പക്ഷേ അവരെൻ്റെ ഈ ജേണി കണ്ടതുകൊണ്ട് ഇത്തവണ പാസ്സാവും അടുത്തവണ പാസ്സാവും എന്ന് ഓർത്തിരിക്കുന്നതുകൊണ്ട് അവർക്കത് ഭയങ്കര സന്തോഷമായി. അപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കും എൻ്റെ അളിയനും ഒക്കെ ഭയങ്കര സന്തോഷമായി. കൂടാതെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് CA-യിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ 12th പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ നാട്ടിലുള്ള ഒരു കൂട്ടം വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ പേര് പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരുണ്ട്. ഇതിനകത്ത് ഞാൻ പാസ്സായി കഴിഞ്ഞാൽ വേളാങ്കണ്ണി പോയി തലമുട്ടയടിക്കാമെന്ന് പറഞ്ഞ 2 ഫ്രണ്ട്സ് ഉണ്ട്. കുടൂന്ന് ഞാൻ വിളിക്കുന്ന ഷൈജിനും അഖിലൻ നായരും. കൂടാതെ എൻ്റെ പട്ടാളത്തിലുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, ഷാലു, പിന്നെ നൈജില്, അതുപോലെ തന്നെ കണ്ണൻ, പിന്നെ അങ്ങനെ കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട്. കൂടാതെ എൻ്റെ ആർട്ടിക്കിൾഷിപ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബേസിൽ, സ്നേഹ, ഇവരൊക്കെ എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവരൊക്കെയാണ് ഓക്കെ ഞാൻ ഇന്ന് പാസ്സാവണം എന്ന് ആഗ്രഹിച്ചത്. പിന്നെ പാസ്സായി കഴിഞ്ഞപ്പം എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച് വളരെ സർപ്രൈസ് ആയിട്ട് ഇന്നലെ കേക്ക് വാങ്ങി തന്ന കൃഷ്ണ, ഇവരൊക്കെ ഞാൻ പാസ്സായി കാണണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ പലപ്പോഴും പാസ്സായി കഴിഞ്ഞ് തലമുട്ടയടിക്കാമെന്ന് പറഞ്ഞതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ അവരോട് വിളിച്ച് സന്തോഷം പറയുന്ന പോലും വളരെ ഡ്രമാറ്റിക് ആയിട്ട്, ഓക്കെ അടുത്ത ഫംഗ്ഷൻസ് ഒന്നും ഇല്ലല്ലോ, ആ 2 തല എനിക്ക് വേണം എന്നാണ് പറയുന്നത്. ഞാൻ ഭയങ്കര എൻ്റെ ഒരു റിച്ച്നെസ്, എൻ്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരാണെന്ന് ഞാൻ എപ്പോഴും പറയും. എനിക്ക് എവിടെ പോയാലും എൻ്റെ കൂട്ടുകാർ ഭയങ്കര സ്നേഹമുള്ള ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എൻ്റെ ടീച്ചേഴ്സും ഒക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് ഒക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ, ഞാൻ പാസ്സായാൽ എന്നേക്കാൾ ഉപരി സന്തോഷിച്ച് ഇവരൊക്കെയാണ്. ഓക്കെ ജസ്റ്റിൻ, ആസ് ഫാർ ആസ് നമ്മൾ കണ്ടത് വെച്ചിട്ടൊരു ഹാപ്പി ലൈഫ്, അതിലോട്ട് CA എന്ന് പറയുന്ന ഒരു അഡീഷൻസ്, അത് ആഡ് ഓൺ ഹാപ്പിനെസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എസ്. അതുപോലെ CA പെർസ്യൂ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് മോട്ടിവേഷൻസ് ആവാൻ ഒരു ഫാക്കൽറ്റി ആയിട്ടും കൂടി പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.